മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേകരെ വിശുദ്ധരാക്കി മാറ്റിയ നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ പങ്കുവെക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തോടെ ദൈവവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ രോഗീ ശുശ്രൂഷാ മേഖലയിൽ നാം മുന്നേറുമ്പോൾ പ്രഭാഷകൻ 22:27 പറയുന്നത് പോലെ എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്രയുമായി ദൈവവചനം മാറുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ബോസ്കോ അച്ഛനിലൂടെ നാം ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു നൽകുന്ന വചനത്തിൻ്റെ അഭിഷേകത്താൽ നാം എല്ലാവരും നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ആതുര ശുശ്രൂഷയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നഴ്സുമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപയും സമാധാനവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ തിരുവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ വലിയ സംഭവം. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ കാനായിലെ വിരുന്ന്. നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ്. എന്താണ് കാനായിലെ വീടെന്ന് പറഞ്ഞാൽ? കാനായിലെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാറ്, ലഹരി നഷ്ടപ്പെട്ട വീട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലഹരി നഷ്ടപ്പെട്ട വീടാണ് കാനായിലെ വീട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നേഴ്സസ് ശുശ്രൂഷയിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ, ഏത് ജീവിതത്തിലാണേലും ആ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ലഹരി നമുക്ക് വേണം. ലഹരി എന്ന് പറഞ്ഞാൽ അതിന് അഭിഷേകം എന്ന് പറയാം. കർത്താവിൻ്റെ ശക്തി നിറയപ്പെട്ട ജീവിതം എന്ന് പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശ്ലീഹന്മാർ വലിയ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം തങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യം തീഷ്ണതയോടെ തീവ്രതയോടെ ചെയ്യുക. ആ സമയത്ത് മറ്റുള്ളവർ പറയണ അവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു സന്ദേശം ഇവിടെയുണ്ട്. ഇപ്പം എൻ്റെ പൗരോഹിത്യം നല്ല പോലെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ശ്ലീഹന്മാർ വചനം പറയുമ്പോൾ അവിടെ പാർത്തിയക്കാർ, മേദിയക്കാർ, മെസോപ്പൊട്ടേമിയക്കാർ, പല വിഭാഗക്കാരൊക്കെ താതാങ്ങളുടെ ഭാഷയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല ഭാഷക്കാർ, പല സ്വഭാവക്കാർ, പല വേദന അനുഭവിക്കുന്നവർ, തകർച്ചകൾ അനുഭവിക്കുന്നവർ പലരുമുണ്ട്. അപ്പം അവരിലേക്കൊക്കെ കർത്താവിൻ്റെ വചനം മനസ്സിലാക്കത്തക്ക വിധം വലിയൊരു അഭിഷേകം അവിടെ ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? ഈ ലഹരി, പുതുവീഞ്ഞു കുടിച്ച ലഹരി. അതെന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട അഭിഷേകത്തിൻ്റെ ലഹരി. ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകം, ഈ ലഹരി നമുക്ക് വേണം. ഈ ലഹരി അഭിഷേകം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ ആകെപ്പാടെ മടുപ്പാവും. ഇങ്ങനെ പറയാറുണ്ട്, അഭിഷേകം നഷ്ടപ്പെട്ടാൽ, ലഹരി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം ഒരു അഭ്യാസമായിട്ട് മാറും. സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ ഒരു അപകടമാണ് അഭിഷേകം നഷ്ടപ്പെട്ട, ലഹരി നഷ്ടപ്പെട്ട പൗരോഹിത്യം, നേഴ്സസ് ശുശ്രൂഷ. അഭിഷേകം പോയാൽ പിന്നെ എല്ലാം ഒരു അഭ്യാസം. ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് അഭ്യാസം, മറ്റ് ശുശ്രൂഷകളൊക്കെ അഭ്യാസം. കുർബാന അർപ്പിക്കുന്നത് എനിക്കും അഭ്യാസമായിട്ട് മാറാം ഈ ലഹരി നഷ്ടപ്പെട്ടാൽ. ഇതുപോലെ ഏതു ജീവിതത്തിലും ഈ ലഹരി വേണം. ഇപ്പം കാനായിലെ വീട് എന്ന് പറഞ്ഞാൽ ലഹരി തീർന്നു പോയ, വീഞ്ഞ് തീർന്നു പോയ ഒരു വീട്. ഈ വീട്ടിൽ വീണ്ടും ലഹരി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അവസാന കലവറക്കാരൻ പറയുന്നുണ്ട്, ഇത്രയും നല്ല വീഞ്ഞ്
നീ ഇതുവരെയും കരുതി വച്ചല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലഹരി നഷ്ടപ്പെട്ടു പോയ വീട്ടിൽ യേശു മാതാവ് ഇടപെട്ട് അവിടെ വലിയ ലഹരി നൽകുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈശോ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ശിഷ്യന്മാരും അവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് വേണ്ട ഒരു വലിയ സാന്നിധ്യമാണ് ഈശോ ഉണ്ടായിരിക്കണം, മാതാവ് ഉണ്ടായിരിക്കണം, ശ്ലീഹന്മാർ, വിശുദ്ധർ, രക്തസാക്ഷികൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. വേറൊരു കാര്യമുണ്ട്. മാതാവ് പറയാ അവർക്ക് വീഞ്ഞില്ല. ഈശോ പറയാ അതിന് അമ്മയ്ക്കും എനിക്കും എന്ത് എന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ ഈശോയ്ക്കും മാതാവിനും ഒരു റോള് അവർ കൊടുത്തിരുന്നില്ല, ഒരു ഉത്തരവാദിത്വം കൊടുത്തിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈശോയ്ക്ക് ഒരു റോള്, മാതാവിന് റോള്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതൊരു വശം നിൽക്കട്ടെ. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈശോ പറയാ നമുക്കെന്താ കാര്യം. എന്നാലും അമ്മ പറഞ്ഞു, പരിചാരകരോട് പറഞ്ഞു, അവൻ പറയണ പോലെ ചെയ്യ്. അവിടെ നമുക്ക് കാണാൻ പറ്റും, പരിചാരകരോട് ഈശോ കൽപ്പിച്ചു എന്ന് പറയാം. ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു കൽപ്പനയാണ്. ദൈവം പറയുന്ന വചനങ്ങൾ കൽപ്പനയാണ്. ഈശോ കൽപ്പിക്കുകയാണ്. എന്താ പറഞ്ഞേ? ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കേ. അവിടെ 6 കൽഭരണിയുണ്ട്. 6 കൽഭരണിയിൽ 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ഈശോ കൽപ്പിക്കുക. അവരെന്താ ചെയ്തേ? അവയെല്ലാം വക്കോളം നിറച്ചു. അവയെല്ലാം നിറച്ചു. നമുക്കിവിടെ കാണാൻ പറ്റുന്ന വലിയ സംഭവമുണ്ട്. ഇപ്പം നമ്മളാണ് ഈ അവസ്ഥയിലെങ്കിൽ, വീഞ്ഞ് തീർന്നുപോയി, വെള്ളം നിറയ്ക്കാൻ പറയുക, നമ്മളെന്ത് പറയും? നമ്മളതൊന്നും ഗവനിച്ചൊന്നും വരത്തില്ല. എന്നാൽ ഈ വേലക്കാരുടെ ഗുണം എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്താണോ പറഞ്ഞേ അത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചത് മാത്രമല്ല, അതേപടി ചെയ്തു. അതും വേറെ സംഭവമുണ്ട്. അവിടെ ഒരു വാക്കുണ്ട്, വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ആത്മീയമായൊരർത്ഥമുണ്ട്. ദൈവം പറഞ്ഞ വചനത്തിനനുസരിച്ച് അല്പം പോലും കുറവ് വരാത്ത അവസ്ഥയിൽ വക്കോളം എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൻ്റെ വക്കോളം നിറയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇനി നിറയ്ക്കാൻ ഇടമില്ല, അതുപോലെ വെള്ളം നിറച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എന്താണോ പറയുന്നത് അത് അതേപടി നമ്മൾ അല്പം പോലും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ, അല്പം പോലും മായം ചേർക്കാത്ത അവസ്ഥയിൽ വക്കോളം നിറച്ചാൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് നൽകുന്നത് ഈ സമൃദ്ധിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യണ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവം പറയുന്നത് വിശ്വസിക്കുക. പഴയ നിയമത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. അതായത് സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മന്ന തിന്ന് മടുത്തു ഈ ജനം. അങ്ങനെ ആ സമയത്ത് മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ ഈ ജനം പിറുപിറുക്കുക. എന്താണ് പിറുപിറുക്കുന്നത്? ഈജിപ്തിലെ സബോള, ഉള്ളി, ഉരുളൻകിഴങ്ങ്, അങ്ങനെ സമൃദ്ധമായ ഭക്ഷണം, ഇതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം കിട്ടാത്തതിൻ്റെ പേരിൽ പരാതി, പരിഭവം, പിറുപിറുപ്പ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ പരാതി, പരിഭവം, പിറുപിറുപ്പ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് പിറുപിറുപ്പ്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന മകൻ എന്ത് സഹനം വന്നാലും, ഏത് വേദന വന്നാലും, ഏത് ഇല്ലായ്മ വന്നാലും പിറുപിറുക്കത്തില്ല. പിന്നെന്ത് ചെയ്യും? ദൈവമേ എനിക്കിതില്ല കേട്ടോ. ദൈവത്തോട് എളിമപ്പെട്ട് കാര്യം പറയും. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവം ഇടപെടും. ആ ഒരു ഇടപെടൽ ഈ ജനം കണ്ടതാ. ചെങ്കടൽ കർത്താവ് വിഭജിച്ചു. കർത്താവ് പാറയെന്ന് വെള്ളം ആ മക്കൾക്ക് നൽകി. കാടപ്പക്ഷിയെ അയക്കുന്നതിന് മുമ്പ് മന്ന ഭക്ഷിച്ചു. ഇതെല്ലാം നൽകിയ അനേകം അത്ഭുതങ്ങൾ ഈ ജനം കണ്ടതാ. എന്നിട്ടും ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ദൈവത്തോട് സ്നേഹത്തോടെ, അപ്പാ ഇതെല്ലാം നൽകിയില്ലേ, അങ്ങേക്കെല്ലാം സാധിക്കും, ഞങ്ങൾ ഈ മന്ന ഭക്ഷിച്ചും ആകും മടുത്തുട്ടോ
എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു വാങ്ങാൻ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവത്തിലൂടെ കണ്ട ജനം ദൈവത്തോട് പരാതിപ്പെട്ടപ്പോൾ ദൈവത്തിനത് ഭയങ്കര സങ്കടമായി. മോശ ദൈവത്തോട് പറയുമ്പോൾ മോശയോട് ദൈവം പറയാ, ഈ ജനം എന്നെ വിശ്വസിക്കുന്നില്ല. അവസാനം ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ മൂക്കീന്ന് വരണ വരെ ഇറച്ചി തീറ്റി. മൂക്കീന്ന് വരെ നമ്മുടെ ഏറ്റവും മുകളിലുള്ള ദ്വാരമാണല്ലോ മൂക്ക്. ബാക്കിയെല്ലാം നിറഞ്ഞ് അവസാനം മൂക്കീന്ന് എന്ന് പറഞ്ഞാൽ മൂക്കിക്കോട വരാന്ന് പറഞ്ഞാൽ അത്രമാത്രം നിറച്ച് ഞാൻ നിങ്ങൾക്ക് തരും മാംസം, കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവം പറയാം. ഇപ്പോൾ മോശം പറയുന്നുണ്ട്, കർത്താവേ 6 ലക്ഷം യോദ്ധാക്കൾ എനിക്കുണ്ട്, 6 ലക്ഷം പടയാളികൾ മാത്രം, യോദ്ധാക്കൾ മാത്രം. അപ്പോൾ ജനത്തോക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനത്തിന് ഇതുപോലെ നീ മാംസം തരുന്നാണ് പറയണേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കണ്ടോടാ മോശം എന്ന് പറയണം. അങ്ങനെ ദൈവം പറയാം. ഇന്നുകൊണ്ട് ഇവിടെ വരെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ വായിക്കുന്നുണ്ട് 11-ാം അധ്യായം സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു ദിവസത്തെ യാത്രാ ദൂരത്തിൽ ഒരു 2 മുഴം ഉയരത്തിൽ അർദ്ധവ്യാസാകൃതിയിൽ ദൈവം കാടപ്പക്ഷികളെ അങ്ങോട്ട് വർഷിച്ചു. ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ യാത്രാ ദൂരം എന്ന് പറയുന്നത് 23-24 കിലോമീറ്ററാണ്. 24 മണിക്കൂർ കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്ന ദൂരം 23-24 കിലോമീറ്ററാണ്. ഇത്രമാത്രം കിലോമീറ്റർ ചുറ്റളവിൽ അർദ്ധവ്യാസാകൃതിയിൽ 2 മുഴം ഉയരത്തിൽ ഈ കാടപ്പക്ഷികൾ വന്ന് വീണു. ഈ ജനം തിന്നാൻ തുടങ്ങിയിട്ട് തീരണ്ടേ, മൂക്കിന്ന് വരുന്ന പോലെ ദൈവം കൊടുക്കുക. അതാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവം നൽകുന്നത്, ദൈവം കൊടുക്കുന്നത് എപ്പോഴും സമൃദ്ധിയാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും എത്ര വട്ടം ബാക്കി വന്നു? 12. സമൃദ്ധി, ദൈവം ഒരുക്കുന്ന വിരുന്ന് ദൈവം നമുക്ക് തരാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സമൃദ്ധിയായ അനുഗ്രഹം തരും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, ദൈവം എന്താണോ പറഞ്ഞ് അത് അനുസരിക്കണം. അത് ആ വാക്ക് മറക്കരുത്, വക്കോളം നിറച്ചു, അതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എല്ലാം സമൃദ്ധമായിട്ട് തരുന്നവനാണ്. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ, മക്കളുടെ പഠനത്തിൽ നമ്മളിന്ന് പലതിനെക്കുറിച്ചും ആകുലപ്പെടുകയാണ്, നിരാശപ്പെടുകയാണ്. എന്നാൽ എൻ്റെ ദൈവം ലൂക്കാ 1:37 പറഞ്ഞില്ലേ, ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ജോബ് 42:2 ജോബ് പറയുന്നുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നും അവിടുത്തെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ ദൈവ പൈതലെ, നീ അറിയണം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അവിടുന്ന് ഒന്ന് തീരുമാനിച്ചാൽ അവിടത്തേക്ക് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മൊർദെഖായി തൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണ് അവിടുന്ന്. എല്ലാം അങ്ങേക്ക് വിധേയമാണ്. ഈ പ്രകൃതി, ഈ പ്രപഞ്ചം എല്ലാം അങ്ങേക്ക് വിധേയമാണ്. അങ്ങ് തീരുമാനിച്ചാൽ എല്ലാം സാധ്യമാണ്. അങ്ങ് ഇസ്രായേലിന് രക്ഷ നൽകാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമാകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മൊർദെഖായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ, നിൻ്റെ അവകാശത്തിൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിശക്തമായിട്ട് മൊർദെഖായിയുടെ ജീവിതത്തിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ, എസ്തേറിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ദൈവം ഇടപെടുന്ന കർത്താവാണ്. ദൈവം എല്ലാം സമൃദ്ധമായി നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളൊക്കെ. ആ ഒരു തലത്തിലേക്ക് നാം വളരട്ടെ, ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ നിറയട്ടെ. ലഹരി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമുക്കൊക്കെ ഉണ്ടാകും. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ലഹരി കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഇഷ്ടംപോലെ എനിക്കുണ്ടായിട്ടുണ്ട്. പല മക്കളും ലഹരി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയും ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ, കുടുംബജീവിതത്തിൽ, മക്കളെ പോറ്റുന്ന അല്ലെങ്കിൽ മക്കളെ വളർത്തുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മക്കളുടെ പഠനത്തിനൊക്കെ ലഹരി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുണ്ടാകും. എന്നാൽ അവിടെയൊക്കെ ലഹരി നൽകുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ ലഹരിയിൽ നിറയപ്പെടാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാനായിലെ കല്യാണ വീട്ടിലെ ആ വേലക്കാര് നമുക്ക് തരുന്നത്. അവൻ പറയണ പോലെ ചെയ്യാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ പറഞ്ഞു തരും, മക്കളെ, അമ്മയ്ക്കൊന്നേ പറയാനുള്ള എപ്പോഴും, അവൻ പറഞ്ഞ പോലെ ചെയ്യും, അവൻ പറയണ പോലെ ചെയ്യും, അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ നിനക്കെല്ലാം ലഭിക്കും.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ലഹരി നിറയപ്പെട്ട, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട, അഭിഷേകം നിറയപ്പെട്ട ഈ പുതുവീഞ്ഞിൻ്റെ ലഹരിയിൽ, ഈ പുതിയ അഭിഷേകത്തിൽ, പുതിയ ആ ശക്തിയിൽ നിറയപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ, നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും ലഹരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കാരണമെന്നുള്ളൂ, അവൻ പറയണ പോലെ ചെയ്താൽ നമുക്ക് കിട്ടുക. അത് ചെയ്യാതെ പോയിട്ടുണ്ട്, മാത്രമല്ല അവനുണ്ട്, മാതാവുണ്ട്, അവർക്ക് റോളില്ല. ആ റോൾ നമ്മൾ കൊടുക്കണം. ഈശോയെ ഇടപെടുത്ത്, മാതാവിനെ സ്നേഹത്തോടെ വിളിച്ചിടപെടുത്ത്. ഈശോയെ വെറുവെറുപ്പോടും പരാതിയോടും കൂടി വിളിച്ച് കരയാതെ വിശ്വാസത്തോടെ എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ഇടപെടുത്ത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈശോയുടെ നാമത്തിൽ ഈ ഒരു വലിയ ഈ കേട്ട വചനത്തിൻ്റെ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ശുശ്രൂഷയിലും നിറയട്ടെ. അനേകം രോഗികളെ, അനേകം ഭാഷക്കാരെ, അനേകം മുറിവേറ്റ മക്കളെ, അനേകം വേദനിക്കുന്ന മക്കളെ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ ലഹരിയിൽ അവർക്കെല്ലാം മനസ്സിലാക്കുന്ന ഭാഷയിൽ ലഹരി നിറഞ്ഞ ഒരു നേഴ്സസ് മിനിസ്ട്രി ചെയ്യാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട ബോസ്കോ അച്ഛനിലൂടെ നാം കേട്ട വചനങ്ങൾ നമ്മിൽ 100 മേനി ഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഖത്തറിലുള്ള ഒരു നേഴ്സിൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജസ്ന. ഞാൻ ഖത്തറിൽ നഴ്സായി 7 വർഷമായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒക്ടോബർ 2018 2 ആഴ്ച തുടർച്ചയായി എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോഴൊക്കെ അവർ മൈഗ്രെയിനാണെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് മൂലം ഞാൻ MRI ചെയ്തു. MRIയിൽ എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എമർജൻസിയിൽ അഡ്മിറ്റായി. പക്ഷേ എന്നെ തളർത്തിയില്ല. അത് കേട്ടപ്പോൾ ഞാൻ എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ അവിടെ കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഈ സമയമൊക്കെ എൻ്റെ ഭർത്താവ് പുറത്ത്, എമർജൻസിയിൽ പുറത്ത് ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവിക ശക്തി പുള്ളിക്കാരനിൽ ഉണ്ടായിരുന്നു. ആ ഒരു ശക്തിയിൽ പുള്ളി തളരാതെ പിടിച്ചു നിന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ ന്യൂറോ സർജൻ വന്ന് കണ്ടു. എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നാട്ടിലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആകെ വളരെ വിഷമത്തിലിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടുത്തെ എമർജൻസിയിൽ തന്നെ ഒരു നഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് മാതാവിൻ്റെ ഒരു കാശ് രൂപ എൻ്റെ കൊന്തയിൽ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും 16:12 വചനം, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ആ ഒരു വചനം എൻ്റെ തലയിൽ പിടിച്ച് ആ സിസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ ഇത് മുറുകെ പിടിച്ച് നീ തീരുമാനം എടുക്ക്, എന്നിട്ട് നീ സർജനോട് പറയാൻ പറഞ്ഞു. സർജൻ രണ്ടാമത് വന്നു, എന്തായി തീരുമാനം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് നാട്ടിൽ പോയൊരു ഒപ്പീനിയൻ കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു, പറ്റില്ല, ഇതൊത്തിരി റിസ്ക്കാണ്. നീ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ നിനക്ക് യാത്ര ചെയ്താൽ ഇത് വളരെയധികം റിസ്ക്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഇല്ല, ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറുകെ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് പോകണം, ഇന്ന് തന്നെ ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുക്കണം. ഡോക്ടറാണ് ഓക്കെ, നിങ്ങളുടെ റിസ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്നെക്കൊണ്ട് ആ ഫോംസൊക്കെ സൈൻ ചെയ്ത് എൻ്റെ റിസ്കിൽ പോകാൻ വേണ്ടി ഞാൻ തളർന്നില്ല, ഞാൻ പിടിച്ചു തന്നെ നിന്ന്. എനിക്കറിയില്ല, ആ നിമിഷം മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ ആ ശക്തി എന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഒട്ടും തളർത്തിയില്ല. എന്തൊക്കെ അവർ പറഞ്ഞിട്ടും ഞാൻ തളർന്നു പോയില്ല. അന്ന് രാത്രിയിലത്തെ തന്നെ ഫ്ലൈറ്റിൽ ഞാൻ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. നഴ്സസ് മിനിസ്ട്രിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥന റിക്വസ്റ്റ് ഓൾറെഡി പോയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയൊക്കെ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ചെന്നു. എല്ലാവരും പേടിയായിരുന്നു, എല്ലാവർക്കും എന്താ സംഭവിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഒന്നും തളർന്നില്ല. പുള്ളിക്കാരനും അതേ ധൈര്യത്തിൽ തന്നെ ഞങ്ങൾ പോയി ഫ്ലൈറ്റ് കയറി. ദൈവത്തിൻ്റെ അനുഗ്രഹവും അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ ഫ്ലൈറ്റ് കയറി കിടന്ന്, അല്ലാണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തും ഞാൻ അറിഞ്ഞില്ല. അവിടെ തിരിച്ച് നെടുമ്പാശ്ശേരി ചെന്ന് ഇറങ്ങിയതും ഞാൻ അറിഞ്ഞു. നെടുമ്പാശ്ശേരി എത്തിയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, ജസ്ന എഴുന്നേക്ക്, എഴുന്നേക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ കണ്ണ് തുറന്നപ്പം എല്ലാവരും എഴുന്നേറ്റ് ലഗേജൊക്കെ എടുത്ത് ഇറങ്ങുന്നു. ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. എനിക്ക് ഇവിടുന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും ട്രാവലിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഒട്ടുമേ ഒരു കാർ യാത്ര പോലും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്കും തലവേദനയായിരുന്നു പൊസിഷൻ മാറുമ്പോഴൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. കർത്താവ് അത്രയും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു എന്നെ അവിടെ എത്തിച്ചത്. ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ എൻ്റെ ഡോക്ടറിനെ കണ്ടു.
ഒപ്പീനിയൻ എടുത്തു. എനിക്ക് സർജറി ഒരാഴ്ച കഴിഞ്ഞു, സർജറി ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ധ്യാനം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ, എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന്. അങ്ങനെയാണ് എൻ്റെ ചേട്ടായിയുടെ ഉപദേശം മൂലം ഞാൻ അണക്കേരയിലെ ആദ്യ ശനിയാഴ്ചത്തെ കൺവെൻഷൻ കൂടാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തുകൊണ്ടുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇടുക്കി ഡിസ്ട്രിക്റ്റ് കയറുന്നത് വരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇടുക്കി ആ തൊടുപുഴ കഴിഞ്ഞ് തുടങ്ങിയപ്പം മുതൽ എനിക്ക് അസ്വസ്ഥതകൾ തുടങ്ങി. എനിക്ക് തലവേദന വരാൻ തുടങ്ങി. റോഡുകൾ മുഴുവൻ പ്രശ്നങ്ങൾ, കുണ്ടും കുഴിയും കുലുക്കവും. എനിക്ക് കുലുക്കമൊന്നും എൻ്റെ തലയിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ഞാൻ എത്തുമോ ഇല്ലയോ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വിഷമിച്ച് എല്ലാവർക്കും എന്താ തീരുമാനം എടുക്കണേന്നല്ല, മുന്നോട്ട് പോകണം. അപ്പം ഞാൻ എൻ്റെ ചേട്ടായി വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കിങ്ങനെ. അപ്പം പറഞ്ഞു, ഇത് വെറും പിശാചിൻ്റെ പരീക്ഷണമാണ്, എന്നെ എത്തിക്കരുത്, അതാണ് പിശാചിൻ്റെ തീരുമാനം, അതിനുവേണ്ടി മാത്രമാണ്. എന്നോട് പറഞ്ഞു, നീ ഒറ്റ ഇതേ കൊണ്ടു, ഈശോയുടെ കുട്ടിയാണ് നീ, ഈശോയ്ക്ക് മാത്രമേ നില അധികാരമുള്ളൂ, പിശാചിന് എൻ്റെ മേൽ ഒരു അധികാരമില്ല, അത് മാത്രം നീ പറയാൻ പറഞ്ഞു. ഞാൻ അത് തന്നെ പറഞ്ഞു, സാത്താനെ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, എൻ്റെ കർത്താവായ ഈശോയ്ക്ക് മാത്രമേ എൻ്റെ മേൽ അവകാശമുള്ളൂ, ഇത് മാത്രം ഞാൻ പറഞ്ഞു. എനിക്ക് ആ അണക്കരയിൽ ആ കോമ്പൗണ്ടിൽ കയറുന്നവരെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എനിക്ക് പിശാച് തന്നിട്ടുണ്ട്. പക്ഷേ ആ കോമ്പൗണ്ട് പരിസരത്തെത്തിയപ്പോൾ മുതൽ ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ നല്ല സന്തോഷവതിയായി ഞാൻ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു, ഡൊമിനിക് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ തിരിച്ചിറങ്ങി. രാത്രി എന്ന് പറഞ്ഞാൽ പാതിരാത്രി മുതൽ വെളുപ്പിനുമില്ല യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, കർത്താവ് ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്നെ തിരിച്ചെൻ്റെ വീട്ടിലെത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനിൽ ചെന്ന് തലേദിവസം ഓപ്പറേഷൻ അഡ്മിറ്റായി. അന്നേരം മുഴുവൻ, ഈ ദിവസങ്ങളിൽ മുഴുവൻ രണ്ട് വചനമാണ് എന്നെ സ്പർശിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥനയിൽ ഒന്നും ഓർത്തുകൊണ്ടിരുന്നത് ജ്ഞാനം 16:12 മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്നും. യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന വചനവും പാത്തും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ആവശ്യപ്പെടായിരുന്നു, കർത്താവെ, അങ്ങയുടെ കുഞ്ഞാണ് ഞാൻ, എനിക്ക് ആ ദൈവ മഹത്വം എനിക്ക് ദർശിക്കണം. ഇതായിരുന്നു ഞാൻ ഈശോയോട് ആവശ്യപ്പെടുമായിരുന്നു, എനിക്ക് ആ മഹത്വം കാണണം. ഇത് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവരെ എനിക്കറിയാം, നഴ്സസ് മിനിസ്ട്രിയിൽ അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഴുവൻ എനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നു. കാരണം അത്രയും അവരെല്ലാവരും അവിടെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി അത് കാണിച്ചു തരുമായിരുന്നു, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാൻ സർജറിക്ക് കയറുന്നു, ഞാനൊന്നും അറിയുന്നില്ല. സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി 12 മണി ആയപ്പോഴാണ് സർജറി കഴിഞ്ഞ്, വൈകുന്നേരമാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ICUവിലെത്തി. ഞാൻ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. എന്നോട് ഞാൻ ചോദിക്കുന്നത്, സിസ്റ്റേഴ്സിനോട്, ഞാൻ കാണുന്ന കുറേ സിസ്റ്റേഴ്സ് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും വന്ന്, ചേച്ചി സർജറി കഴിഞ്ഞു. പക്ഷേ എനിക്ക് എല്ലാം വലിയ ക്ലിയർ, ഞാൻ സെഡേറ്റഡ് ആയിരുന്നു, ഇതായി. അത് കഴിഞ്ഞ് രാവിലെ 4 മണിയായപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, വെള്ളം വേണമെങ്കിൽ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇച്ചിരി കട്ടൻ ചായ തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഓരോന്ന് കഴിച്ചു. രാവിലെ തന്നെ 5 മണിക്ക് തന്നെ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. 6:30 ഡോക്ടർ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് MRI ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ഓക്കെ MRI ചെയ്യാമെന്ന് പറഞ്ഞു. MRI ചെയ്യാൻ താഴെ ചെന്നു. അപ്പോൾ ഓർക്കണം, എനിക്ക് തലയിൽ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ സ്റ്റിച്ച് മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ MRIയിൽ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നതൊക്കെ MRI 45 മിനിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം MRI റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ ടെക്നീഷ്യന്മാർ പറഞ്ഞു, എനിക്ക് ഇയർഫോണൊന്നും വെക്കാൻ പറ്റത്തില്ല, അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും MRI. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആ വേദന ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മാതാവിനെ, ഈശോനെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ആ MRI 45 മിനിറ്റ് കഴിഞ്ഞത് പോലും ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി കഴിഞ്ഞു കേട്ടോ, എന്നേക്കാൾ ചെറിയ പ്രായം കുറഞ്ഞൊരു കൊച്ചായിരുന്നു. അപ്പോൾ ചേച്ചി കഴിഞ്ഞു കേട്ടോ, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, MRI 45 മിനിറ്റ് കഴിഞ്ഞത് പോലും ഞാൻ അറിഞ്ഞില്ല. തിരിച്ച് ഞാൻ ICU ചെന്നപ്പം തന്നെ എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിട്ട് എൻ്റെ അമ്മ പറയുക, മോളെ, നിന്നെ രാത്രി ഞാൻ വന്ന് കണ്ടപ്പം നീ പറഞ്ഞുകൊണ്ടിരുന്ന വചനം, ആ അബോധാവസ്ഥയിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ജ്ഞാനം 16:12 ഞാൻ മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുന്നത്. ഈ വചനം ഞാൻ ആ അബോധാവസ്ഥയിലും പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ആ വചനം അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്നെ ICUന്ന് രാവിലെ തന്നെ അവർ ഷിഫ്റ്റ് ചെയ്ത് റൂമിൽ ചെന്നു. 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഒത്തിരി ദൂരമുണ്ട്. എന്നിട്ട് വണ്ടിയിൽ ഞങ്ങൾ എൻ്റെ നാട്ടിലോട്ട് ചെന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി, എന്താണ് ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് വീണ്ടും എറണാകുളത്ത് ചെന്നു.
അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, രാവിലെ മുതലേ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, വൈകുന്നേരം എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ജസ്ന നിനക്ക് ക്യാൻസറാണ്. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ആ റിസൾട്ട് ഞാൻ സ്വീകരിച്ചത്. എല്ലാവരും ആർക്കും ഒരു ബന്ധുക്കൾക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. കാരണം എനിക്ക് ദൈവം അത്രമാത്രം എനിക്ക് ശക്തി തന്നായിരുന്നു. സത്യമെന്ന് പറഞ്ഞിട്ട് ഈ 31 വയസ്സിനുള്ളിൽ ഇത്രയും ഞാൻ ദൈവത്തെ അറിഞ്ഞത് ഈ ഒരു രോഗത്തിലൂടെയാണ്. ഈ രോഗത്തിലൂടെ ഞാൻ കർത്താവിനെ ഒരുപാട് അറിഞ്ഞു. ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മറ്റുള്ളവർക്കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാം ഈ ഒരു രോഗം കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. അവിടെ എനിക്ക് ഈ രോഗത്തിൽ ഞാൻ ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ രോഗം എന്തിനു എനിക്ക് തന്നു ഞാൻ ചോദിച്ചില്ല. കർത്താവ് എനിക്ക് അനുഗ്രഹമാണ് നീ എനിക്ക് തന്ന ഈ രോഗം. അങ്ങനെ ഈ രോഗത്തിലൂടെ എൻ്റെ കുടുംബം മുഴുവൻ നവീകരിക്കപ്പെടുക ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് കുടുംബമായാലും എൻ്റെ കുടുംബമായാലും എന്നെ ചുറ്റപ്പെട്ടുള്ള ഒരുപാട് പേര് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനും ഒരുപാട് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വ്യത്യാസം തോന്നില്ല. റിസൾട്ട് കേട്ടപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കേട്ടത് എനിക്ക് ക്യാൻസറാണ്. തിരിച്ചു വന്ന് ഞാൻ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. എനിക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ, എവിടെയാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? ഈ ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അതും എനിക്ക് ദൈവം തന്നെ ഉത്തരം എന്താണെന്ന്, നീ തിരിച്ച് ചെല്ല് ഖത്തറിലോട്ട്, നിനക്ക് അവിടെ എല്ലാം റെഡിയാണ്. ഞാൻ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ഖത്തറിലേക്ക് വരികയാണ്. ഇവിടെ എല്ലാം എനിക്ക് സജ്ജീകരിച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഡോക്ടേഴ്സിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നു, എൻ്റെ റേഡിയേഷനും തുടങ്ങി, കീമോയും തുടങ്ങി. എനിക്കൊരു ബുദ്ധിമുട്ടും എവിടെയും ഉണ്ടായില്ല. വളരെയധികം സന്തോഷവതിയായിരുന്നു. ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് ഈ ഒരു രോഗത്തിലൂടെ തന്നത്. ഒരു കഷ്ടപ്പാടും എനിക്കൊരു ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. സഹനങ്ങൾ തന്നെങ്കിലും ദൈവം എനിക്ക് അതിനനുസരിച്ച് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്ക് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം കീമോയും കഴിഞ്ഞു, കീമോ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് MRI കഴിഞ്ഞു. MRI കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ MRIയിൽ ക്യാൻസറിൻ്റെ ഒരു ഗ്രോത്തും ഇല്ല. എനിക്ക് കർത്താവ് എനിക്ക് അതുപോലെ എനിക്ക് സഹനങ്ങൾ തരുന്നു, അനുഗ്രഹങ്ങൾ തരുന്നു. പക്ഷേ എൻ്റെ കൂടെ തന്നെ ഈശോ ഉണ്ട്. എനിക്ക് അത്രയും ആ വചനത്തിൻ്റെ ശക്തി ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് ഇപ്പോഴും പോണേ. ഇതിലൂടെ ഞാൻ ഒരുപാട് പേരും പ്രാർത്ഥിച്ചു, ഒരുപാട് പേരും നവീകരിക്കപ്പെട്ടു. ഈ രോഗത്തിലൂടെ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വേറൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇത്രയും മഹത്വമുള്ളൊരു പ്രൊഫഷനാണ് എൻ്റെതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാനൊരു നേഴ്സാണെങ്കിലും എൻ്റെ നേഴ്സ് എന്ന പ്രൊഫഷൻ എനിക്ക് ഇത്രയും മഹത്വം അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഞാനൊരു രോഗിയായിട്ട് രോഗത്തിൻ്റെ ആ ബെഡിൽ കിടന്നപ്പോഴാണ് ഒരു നേഴ്സിൻ്റെ ഒരു നേഴ്സിന് മൂലം ഒരു രോഗിക്ക് എത്രമാത്രം മഹത്വമാണ് ആ ഒരു നേഴ്സ് രോഗികൾക്ക് ആ ശുശ്രൂഷയിലൂടെ കൊടുക്കുന്നതെന്ന് എനിക്ക് ഈ രോഗം വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ അത്രയും അനുഗ്രഹമേറിയ ജോലിയാണ് കർത്താവ് എനിക്ക് നൽകിയിരുന്നത്. ഇതൊക്കെ സാധിച്ചത് എനിക്ക് ഈ രോഗത്തിലൂടെയാണ്. എല്ലാം ഒത്തിരി എല്ലാം പലതും മനസ്സിലാക്കാനും കർത്താവിന് ഒത്തിരി അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് ഈ രോഗത്തിലൂടെ സാധിച്ചതുകൊണ്ട് എനിക്ക് ഈ രോഗം തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിനോട്, ഒരുപാട് നന്ദി. അത് എനിക്ക് തന്നെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇത് തന്നതിലും അത് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടോ എൻ്റെ പാപത്തിൻ്റെ ഒന്നുമല്ല. എന്നിലൂടെ നവീകരിക്കാൻ കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് ഈ രോഗം തിരഞ്ഞെടുത്ത് എനിക്ക് തന്നെ തന്നത്. വേറെ ആരും കർത്താവ് തിരഞ്ഞെടുത്തില്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഉറപ്പും വിശ്വാസം എനിക്കുണ്ട്. അതിലൂടെ തന്നെ ഇന്നും ഞാൻ സന്തോഷപൂർവ്വം ഞാൻ മുന്നോട്ട് പോകുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ മാതാവിൻ്റെ സംരക്ഷണയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഒത്തിരി നന്ദി, ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട് ഈശോയ്ക്ക്. പ്രാർത്ഥിച്ചു തീരും മുൻപേ നമുക്ക് ഉത്തരം നൽകുന്ന ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഈ നഴ്സിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കൽ വിശുദ്ധ ബർണാദിൻ്റെ ആശ്രമത്തിൽ ഒരു കൂട്ടം സൈനികർ രാത്രിയിൽ താമസിക്കുവാൻ അനുവാദം ചോദിച്ചു വന്നു. ലൗകികതയിൽ ജീവിച്ചിരുന്ന അവർക്ക് വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഭക്ഷണപാനീയങ്ങൾ അദ്ദേഹം വിളമ്പി. മതിവരുവോളം അത് കഴിച്ച അവരുടെ ഹൃദയങ്ങൾ മാനസാന്തരത്താൽ നിറഞ്ഞ് അവരുടെ പാപങ്ങൾ വിശുദ്ധ ബർണാദിനോട് ഏറ്റുപറഞ്ഞു. ഇതുപോലെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഓരോ നഴ്സിൻ്റെയും ശുശ്രൂഷ ലഭിക്കുന്ന രോഗികളിൽ ദൈവസ്നേഹം നിറയട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.